സാറിന്റെ സ്കൂളിന്റെ ടാഗ് ലൈൻ തന്നെ ഞാൻ നോക്കിയപ്പോൾ വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. ഒരു മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം വളരെ ഏറെയാണ്. അതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ജ്യോതിസന്റെ സ്കൂളിന്റെ തുടക്കം മുതൽ നമ്മൾ വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്നും അതുപോലെ തന്നെ വാല്യൂ ഡിസിമിനേറ്റിംഗ് എഡ്യൂക്കേഷൻ എന്നും ഉള്ള രീതിയിൽ അത് ആ ഒരു ക്യാപ്ഷൻ തന്നെ കൊടുത്തിട്ടുള്ളത്. റിലയൻസ് പോലുള്ള കമ്മ്യൂണിക്കേഷൻ ഇതെല്ലാം തന്നെ അനിൽ അംബാനിക്ക് കൊടുത്തു. മുകേഷ് അംബാനിക്ക് അതേ സമയത്ത് മറ്റ് വ്യവസായ മേഖലകളാണ് കൊടുത്തത്. പക്ഷെ അനിൽ അംബാനി ഫെയിലായി. മുകേഷ് അംബാനി ഭയങ്കര സക്സസ്ഫുൾ ആയി. ആരെ കുറിച്ചാണ് കുട്ടികൾ പഠിക്കേണ്ടേ? പരാജയം എന്തുകൊണ്ട് അദ്ദേഹം പരാജയം നേരിട്ടു, അത് പഠിക്കണം കുട്ടികൾ. അതുപോലെ വർഗീസ് പുളിക്കൻ സാറിനെ കുറിച്ച്, ഡോക്ടർ വർഗീസ് പുളിക്കൻ സാറിനെ വീട്ടിൽ തുടങ്ങിയ ചികിത്സയിൽ നിന്നൊരു ഹോസ്പിറ്റൽ പടുത്തുയർത്തി കേരളത്തിലുള്ളവർക്കെല്ലാം തന്നെ ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ അന്ന് ആതുര ശുശ്രൂഷ നൽകിയ ഒരു വലിയ മനുഷ്യനാണ് ഡോക്ടർ MRS മേനോൻ. അദ്ദേഹം ആരംഭിച്ചതാണ് കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റൽ. MRS മേനോന്റെ ഒരൊറ്റ ആളിന്റെ ഒരു ദീർഘദൃഷ്ടി വീക്ഷണമാണ് ആ കാലഘട്ടത്തിലെ ഡോക്ടർമാരാകട്ടെ അല്ലെങ്കിൽ നമ്മുടെ ചിറ്റിലപ്പള്ളി പോലുള്ള വ്യക്തിത്വങ്ങളാകട്ടെ അവരെല്ലാം ഭാവിയിൽ ഓൺടർപ്രണേഴ്സായിട്ട് അവരുടെ ഫീൽഡിൽ ഇതാണ് എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ളത്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ കൂടെ പഠിച്ചിരുന്നവരൊക്കെ മാത്സ് വളരെ വീക്കായിരിക്കും, ചിലർ ഇംഗ്ലീഷ് വീക്കായിരിക്കും, അതുപോലെ സയൻസ് വീക്കായിരിക്കും. അപ്പം ഞാൻ ഇവർക്കെല്ലാം ഇരുത്തി പഠിപ്പിച്ചു കൊടുക്കും. അപ്പം അവർ ഭയങ്കര രസമായിട്ട് ആസ്വദിച്ചിട്ട് പറയും നന്നായി മനസ്സിലായെന്ന് പറയും. ട്യൂഷൻ എടുത്തു. 2 പേരായിരുന്നു. പിന്നെ 10, 12, 18, 20, 36, 56, 100 ഒക്കെ ആയി. 3 മാസം കൊണ്ട് പാരലൽ കോളേജായിട്ട് മാറി. 250 കുട്ടികൾ ആദ്യത്തെ വർഷം തന്നെ പഠിക്കാൻ വന്നു. ചെറിയ തോതിൽ കിൻഡർ ഗാർഡൻ തുടങ്ങി. എൻ്റെ മോൻ തന്നെ ആദ്യത്തെ പ്ലേ ക്ലാസ് വിദ്യാർത്ഥിയായി. ഏത് പ്രൊഫഷനാവട്ടെ ആ പ്രൊഫഷനെ സ്വന്തം പാഷനാക്കി മാറ്റുക. ആ പാഷനായി മാറ്റിയെടുത്താൽ മാത്രമേ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ എനിക്ക് വിദ്യാർത്ഥികളോട് പറയാനുള്ളത്. ഇത് തന്നെയാണ് രക്ഷിതാക്കളോട് പറയാനുള്ളത്. ജീവിതത്തില് കരിയറുമായിട്ട് കണക്ട് ചെയ്ത് സ്വന്തമായിട്ട് വരുമാന മാർഗമായി അതിനെ മാറ്റിയെടുക്കണം. ഇതാണല്ലോ നമ്മൾ നിന്ന് കൊടുക്കേണ്ട മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. അവിടെയല്ലേ നമ്മൾ ഇന്ന് തുടങ്ങിയത്. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇന്ന് മാർക്ക് വാങ്ങാനുള്ള ഒരു ഉപാധി മാത്രമായി മാറുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം എന്താണ്, ഇത് കുട്ടികളിൽ വളർത്തിയെടുക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നതിനായി കൂടെയുള്ളത് ജ്യോതിസ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾസിന്റെ ചെയർമാൻ ശ്രീ ജ്യോതിസ് ചന്ദ്രൻ സാറാണ്. സർ, വെൽക്കം ടു ദ ഷോ. സാറിന്റെ സ്കൂളിന്റെ ടാഗ് ലൈൻ തന്നെ ഞാൻ നോക്കിയപ്പോൾ വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. അപ്പോ എനിക്ക് മനസ്സിലാകുന്നത് സാർ ഇത്തരം കാര്യങ്ങളിൽ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളായതുകൊണ്ടായിരിക്കുമല്ലോ നമ്മൾ ഇത്തരം വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്നിട്ടത്. അപ്പൊ എന്താണ് സാർ സത്യത്തിൽ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം? ഇന്നത്തെ കാലത്ത് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് മൂല്യം നഷ്ടപ്പെടുന്നു എന്നുള്ളത്. അതെ അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം വളരെ ഏറെയാണ്. അതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ജ്യോതിസന്റെ സ്കൂളിന്റെ തുടക്കം മുതൽ നമ്മൾ വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്നും അതുപോലെ തന്നെ വാല്യൂ ഡിസിമിനേറ്റിംഗ് എഡ്യൂക്കേഷൻ എന്നും ഉള്ള രീതിയിൽ അത് ആ ഒരു ക്യാപ്ഷൻ തന്നെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഞാനൊരു സംശയിക്കട്ടെ, സാറ് ഇപ്പൊ ഒരു സ്കൂൾ തുടങ്ങുക എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിൽ വന്ന കാലഘട്ടത്തില് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടാഗ് ലൈൻ കൊടുക്കാം അത് വന്ന ഒരു വഴി ഉണ്ടാവില്ലേ? അതെന്തായിരുന്നു? ഞാൻ എന്റെ സ്കൂൾ വിദ്യാഭ്യാസമാണ് എന്നെ സംബന്ധിച്ചൊരു ബേസ്. എനിക്ക് അവിടെ നിന്ന് നല്ല വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പട്ടത്തിന്റെ സ്കൂളിലാണ് പഠിച്ചതെന്നൊക്കെ. പക്ഷെ എന്നാലും പിന്നെ ഞാൻ കോളേജ് എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ആ കിട്ടിയത് മതിയായിരുന്നുവോ, കുറെ കൂടി കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നില്ലേ, നമുക്ക് അത്രത്തോളം കാര്യങ്ങൾ നമ്മൾ കിട്ടി. പലപ്പോഴും ഇന്നും യഥാർത്ഥത്തിൽ എൻ്റെ തലമുറയിലുള്ള പഠിച്ചിറങ്ങിയവരും അത് തുടർന്ന് ഇങ്ങോട്ട് വരുന്ന ഒരു 80-കളിൽ 90-കളിൽ പഠിച്ചു വന്നവർക്കൊക്കെ അവർ യഥാർത്ഥത്തിൽ ഓരോ വിഷയവും പഠിച്ചു. ആ വിഷയങ്ങളെക്കുറിച്ച് അവർക്ക് ചെറിയൊരു അറിവുണ്ട്, വലിയ അറിവില്ല. മാർക്കിന് വേണ്ടിയാ പഠിച്ചിരുന്നത്. ആ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം നമുക്ക്
ഉത്തരം ഉൾപ്പെടെ അറിയാൻ വേണ്ടിയിട്ട് ഉത്തരം ഉൾപ്പെടെ നമുക്ക് നോട്ട്, ടെക്സ്റ്റ് ബുക്കിന് പുറമെ നമുക്ക് നോട്ട് തരും. ഈ നോട്ട് അതേപോലെ മനഃപ്പാഠമാക്കുക. അത് പരീക്ഷയ്ക്ക് എഴുതിയാൽ അത് ഫുള്ള്. മാത്രമല്ല, മുൻപൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ വളരെ തെറ്റായ രീതിയിലൊരു വിദ്യാഭ്യാസ രീതിയായിരുന്നു എന്ന് വേണമെങ്കിൽ ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഓർക്കും. അതായത് മലയാളത്തില് ഒരു 4, 6, 8 സ്റ്റാൻസുള്ള പോയം മുഴുവൻ മനഃപ്പാഠമാക്കണം. അതുപോലെ ഇംഗ്ലീഷിലും മനഃപ്പാഠമാക്കണം, ഹിന്ദിയിലും ഉണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഇതുപോലുള്ള അന്നത്തെ ആ പോയംസ് നമുക്ക് റിസൈറ്റ് ചെയ്യാനായിട്ട് വായിച്ചിട്ട് പോയി റെസിറ്റേഷൻ കോമ്പറ്റീഷന് പങ്കെടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ പരീക്ഷയ്ക്ക് ഇവ എല്ലാം എഴുതേണ്ടി വന്നിരുന്നു. ഇതൊക്കെ എന്തിനായിരുന്നു? അപ്പൊ ആ രീതി എല്ലാം മാറിയിട്ടാണ് ഇപ്പോൾ യഥാർത്ഥത്തില്. അപ്പൊ അന്ന് ഇതൊക്കെ പഠിച്ചത് പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പൊ പിന്നത് എന്തായാലും വിദ്യാഭ്യാസ വിദഗ്ധരൊക്കെ മനസ്സിലാക്കി ഇതല്ല വേണ്ടത്, നമുക്ക് യഥാർത്ഥത്തിൽ ഒരു ജോലി വേണം, ജോലിക്ക് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്, അല്ലാതെ മാർക്കിന് വേണ്ടിയിട്ടല്ല പഠിക്കുന്നത്. ആ രീതിയിൽ മാറ്റം വന്നു. ആ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ സ്കൂൾ തുടങ്ങുമ്പോഴേക്കും വെറുതെ മാർക്ക് എന്നുള്ളൊരുപരി മൂല്യബോധം കൂടി വേണം. പഠിക്കുന്ന വിഷയങ്ങളിലൂടെ തന്നെ മോറൽ വാല്യൂസ് എന്ന് പറഞ്ഞിട്ട്, മോറൽ സയൻസ് എന്ന് പറഞ്ഞും GK എന്ന് പറഞ്ഞും ഒക്കെ നമുക്ക് എന്നൊക്കെ പ്രത്യേകം ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ ടെക്സ്റ്റ് ബുക്കുകൾ വെച്ചിട്ട് മോറൽ സയൻസിൽ ടെക്സ്റ്റ് ബുക്ക് തന്നെ വേണമെന്നില്ല, ജനറൽ നോളജിൽ ടെക്സ്റ്റ് ബുക്ക് തന്നെ വേണമെന്ന് ഞാൻ പറയാറില്ല. അതിനൊക്കെ തന്നെ എല്ലാ സബ്ജക്ട്സ് പഠിപ്പിക്കുന്നവർക്കും ജനറൽ നോളജ് പഠിപ്പിക്കാം. എല്ലാ ക്ലാസ് ടീച്ചറിന് മാത്രമായിട്ടോ അല്ലെങ്കിൽ മോറൽ സയൻസ് ടീച്ചറിന് മാത്രമായിട്ടല്ല മോറൽ വാല്യൂസ് പഠിപ്പിക്കേണ്ടേ. അവർ പഠിപ്പിക്കുന്ന ഏത് വിഷയം പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങളുടെ സ്കൂളിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്. എല്ലാ സ്കൂളുകളിലും അങ്ങനെ ചെയ്യുന്നുണ്ടാവണം, അഥവാ ചെയ്യണം. ഒരു 5 or 10 മിനിറ്റ് ക്ലാസിന്റെ തുടക്കത്തിലോ അല്ലെങ്കിൽ ക്ലാസ് ആ പീരീഡ് അവസാനിക്കുന്ന സമയത്തോ കുട്ടികൾക്ക് അതാത് ടീച്ചേഴ്സ് അവരവരുടെ വിഷയവുമായി ബന്ധപ്പെടുത്തി അന്നന്ന് പഠിക്കുന്ന ആ വിഷയം, ആ ചാപ്റ്ററിന്റെ ആ ഒരു കണ്ടന്റിന്റെ ബേസ് ചെയ്തിട്ട് അതിലെന്ത് മൂല്യമാണ് നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടത്. പരീക്ഷയ്ക്ക് എഴുതുന്ന മാർക്കിന് വേണ്ടിയിട്ടല്ല, ജീവിതത്തിൽ ഇതിൽ നിന്ന് നമ്മൾ പഠിച്ച ഇന്നത്തെ പാഠത്തിൽ നിന്ന് പലപ്പോഴും നമ്മൾ വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള ജീവിതത്തിൽ പകർത്തേണ്ടതായിട്ടുള്ള പാഠഭാഗങ്ങൾ ഭാഷകളിൽ പഠിക്കുമെന്ന് മാത്രമല്ല മറ്റു വിഷയങ്ങളിലും പഠിക്കും. അപ്പൊ ആ വിഷയങ്ങളിൽ പഠിച്ചെടുത്തതിന്റെ ഒരു മോറൽ വാല്യൂസ് ഇതിന്റെ കൂടെ ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പോലെ ചേർത്ത് കഴിഞ്ഞാൽ കുട്ടികൾ ആ പഠനത്തിന് രസകരമായി തന്നെ ആസ്വദിക്കുകയും പരീക്ഷയ്ക്ക് എഴുതും, ജീവിതത്തിൽ പകർത്തേണ്ടത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യും. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളുടെ മൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എമ്പതി ഒരു മൂല്യമാണ്, ഗ്രാറ്റിറ്റ്യൂഡ് ഒരു മൂല്യമാണ്. അപ്പൊ സാറിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഈ മൂല്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാർ എന്തൊക്കെയായിരിക്കും പറയാ? ലൈഫ് സ്കിൽസിന്റെ ഒരുപാട് ഇമ്പോർട്ടൻസ് നമ്മൾ പണ്ടൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെ ഒരു വേർഡ് പോലും കേട്ടിട്ടില്ല. നമ്മള് ലൈഫ് എന്ന് പറയുന്ന ജീവിതം എന്നറിയാം, സ്കിൽസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ നൈപുണ്യങ്ങൾ എന്ന് പറയാം. പക്ഷേ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഓരോന്നും പഠിക്കുന്നതിനുപരി ലൈഫ് സ്കിൽസ് കൂടി ഇന്നത്തെ കാലത്തെ വളരെ വളരെ മുഖ്യമാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് മാഡം ഇപ്പൊ സൂചിപ്പിച്ച എമ്പതിയും അതുപോലെ തന്നെ സൂചിപ്പിക്കാത്ത സിമ്പതി, അതാണ് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും അറിയുന്ന കാര്യം. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഏറ്റവും ആദ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തില് സ്വയം ഉള്ള തിരിച്ചറിവാണ്. നമ്മൾ പറയാറില്ലേ, നമുക്ക് യഥാർത്ഥത്തിൽ നോളജ് ഒരുപാട് അക്യൂർ ചെയ്യാൻ പറ്റും. ഒരു വൈസ് പേഴ്സൺ ആകുക, ഒരു വിസ്ഡം അക്യൂർ ചെയ്യുക, ഒരു വിവേകശാലിയായിട്ട് തിരിച്ചറിവുള്ള ഒരു വ്യക്തിയായി തീരുക എന്ന് പറയുന്നതിന് കാലങ്ങൾ വേണം. അതൊരു വിദ്യാഭ്യാസത്തിലൂടെ മാത്രം നേടാവുന്ന കാര്യമല്ല. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞതുപോലെ മാർക്ക് നേടാനും റാങ്ക് നേടാനും ജോലി കിട്ടാനും ഒക്കെ ആവാം. ഈ വിദ്യാഭ്യാസം യഥാർത്ഥത്തില് നമ്മുടെ സുകുമാരൻ സാർ പറയുമായിരുന്നു പണ്ടൊക്കെ, വിദ്യാഭ്യാസം ഇല്ലാത്തവരും വിദ്യാഭ്യാസം ഉള്ളവരുമായിട്ടുള്ള വ്യത്യാസം ഇപ്പോൾ ഇല്ല. അത് ശരി. പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും വിവേകമില്ല. അതെ, ഇതാണ് ഇങ്ങനെ പറയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലായത് എന്താടാ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഡോക്ടറേറ്റും ഒക്കെ നേടി വിദ്യാഭ്യാസം നേടി വിദ്യാഭ്യാസം ഇല്ലാത്തവരും തുല്യരാണെന്ന് സുകുമാരിക്കോടാണ് ഞാൻ പറഞ്ഞതല്ല. സുകുമാരിക്കോട് പോലൊരു നമുക്ക് ആരാധിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വം വേറെയില്ല. നമുക്ക് അധ്യാപകൻ കൂടിയായിരുന്നുകൊണ്ട്, കോളേജ് അധ്യാപകനും പ്രൊഫസറും ഒക്കെ ആയിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് അത്രമാത്രം എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി പലപ്പോഴും പുള്ളിയുടെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് വിദ്യാഭ്യാസം നേടിയവനും വിദ്യാഭ്യാസം ഇല്ലാത്തവരും ഇത് പറഞ്ഞത് 80കളിലും 90കളിലും 2010, 20 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞതാണ്. അത് ഈ കാലഘട്ടത്തിൽ കുറെ കൂടി അതിന് പ്രസക്തി ഉണ്ടെന്നുള്ളതാണ്. കാരണം വിദ്യാഭ്യാസം നേടിയവരും വിദ്യാഭ്യാസം കുറഞ്ഞവരും തമ്മിൽ വ്യത്യാസം ഇല്ലാതെ വരുന്നതിന്റെ കാരണം മാഡം ഇപ്പൊ പറഞ്ഞത് തന്നെയാണ്.
വിവേകമില്ലായ്മ, തിരിച്ചറിവില്ലായ്മ. അറിവ് നേടുന്നുണ്ട്. അറിവ് നേടാൻ എല്ലാവർക്കും കഴിയും. ഇതുപോലുള്ള ഒരുപാട് ഇപ്പൊ തന്നെ ഒരുപാട് പേർക്ക് 3ഉം 4ഉം അല്ല 10ഉം 14ഉം 20ഉം PG ഉണ്ട്. എനിക്കത് ഒരുപാട് പേര് അറിയാം. ഞങ്ങളുടെ സ്കൂളിൽ തന്നെ അബദ്ധവശാൽ ഒരു പ്രിൻസിപ്പലിനെ ഒരു സമയത്ത് അപ്പോയിന്റ് ചെയ്തു. അദ്ദേഹത്തിന് 14 PG ഉണ്ടായിരുന്നതായിട്ടാണ് ഞാൻ വന്നപ്പോ അറിഞ്ഞത്. പിന്നെ കുറച്ചു നാളെ നിന്നുള്ളൂ. പക്ഷെ പിന്നെ ഞാൻ വീണ്ടും ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഓർമ്മയില്ല. 16ഓ 18ഓ PGയുടെ സർട്ടിഫിക്കറ്റ്സിന്റെ കോപ്പി ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഈ അബദ്ധമായത് എങ്ങനെയാണത്? അന്ന് കോവിഡ് സമയത്തായിരുന്നു. ഞാൻ പേരൊന്നും വെളിപ്പെടുത്തില്ല, പാടില്ല. അപ്പൊ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, സാറേ നമ്മുടെ സ്കൂളില് 10th എത്ര കുട്ടികളുണ്ട്? അപ്പൊ കുട്ടികളുടെ എണ്ണം പറഞ്ഞു. അത് തന്നെ തെറ്റായിരുന്നു. ഞാൻ തിരുത്തി. എത്ര ബോയ്സ് ഗേൾസ് ഉണ്ട്? അപ്പൊ അദ്ദേഹം അതും പറഞ്ഞ് തെറ്റി. ഞാൻ തിരുത്തി. എനിക്കറിയാം, പ്രത്യേകിച്ച് 10th ബോർഡ് എക്സാമിനേഷൻ, 12th ബോർഡ് എക്സാമിനേഷൻ കുട്ടികൾ എഴുതാൻ പോകുമ്പോൾ അവർക്ക് 9th-ലും 11th-ലും രജിസ്റ്റർ ചെയ്യുന്നുള്ളത് കൊണ്ട് മുൻകൂട്ടി ഇതൊക്കെ പഠിച്ചു വെക്കണം. പ്രിൻസിപ്പൽമാരെ പ്രത്യേകിച്ച് അറിഞ്ഞു വെക്കണം. ഞാൻ പറഞ്ഞ പോട്ടെ സാർ നമ്മുടെ ഉപയോഗിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് ഏതാണ്? NCERT. ഞാൻ പറഞ്ഞ കറക്റ്റാണ് സാർ, സാറിന്റെ ഉത്തരം വളരെ ശരിയാണ്. 9, 10, 11, 12 ഉപയോഗിക്കുന്നത് NCERT ആണ്. പക്ഷെ എനിക്ക് അറിയേണ്ടിയിരുന്നത്, പോട്ടെ അത് ശരിയാ, അടുത്ത് അറിയേണ്ടിയിരുന്നത് നമ്മൾ 1 to 8 ക്ലാസ്സുകളിൽ ഉപയോഗിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് ഏതാ സാർ? NCERT. നമ്മുടെ സ്കൂളിൽ ഇതുവരെ 1 to 8 NCERT ഉപയോഗിച്ചിട്ടില്ല. വ്യത്യസ്തമായ പബ്ലിഷേഴ്സിന്റെ ആണ്. അപ്പൊ ഇങ്ങനെ, അതായത് ഒരു പ്രിൻസിപ്പിൾ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ 14 പോസ്റ്റ് ഗ്രാജുവേഷനോ 16ഓ 18ഓ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടോ എന്ന് അദ്ദേഹത്തിന് തന്നെ വ്യക്തതയില്ല. പക്ഷേ ഈ ഒരു പ്രിൻസിപ്പൾ ആയിരിക്കുമ്പോൾ ആ സ്കൂളിൽ 10ാം ക്ലാസ്സിൽ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട്, അവർ ബോയ്സ് എത്ര, ഗേൾസ് എത്ര, അതുപോലെ തന്നെ അവർ പഠിക്കുന്ന അല്ലെങ്കിൽ താഴത്തെ മറ്റു ക്ലാസ്സുകളിൽ അദ്ദേഹം വെറുതെ വീട്ടിലിരിക്കുകയാണ്. കോവിഡാണ്, സ്കൂളിൽ വരണ്ട. അപ്പൊ ടെക്സ്റ്റ് ബുക്കുകളുടെ എല്ലാ കോപ്പീസ് സ്കൂളിൽ ഇടയ്ക്കിടയ്ക്ക് വരും. സ്കൂളിൽ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇരിക്കും. വെറുതെ പ്രത്യേകിച്ച് ഒബ്സർവേഷൻ ഡ്യൂട്ടി ഒന്നും വേണ്ട. മറിച്ച് നോക്കിയാൽ മതി. ഞാൻ വെറുതെ അദ്ദേഹത്തെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഇംഗ്ലീഷിലെ സാറേ ആ ലെസൺസ് ആരൊക്കെയാ സാറേ, ഓതേഴ്സ് ആരൊക്കെയാ സാറേ, ഇങ്ങനെ ചിലത് കൂടെ ചുമ്മാ ചോദിച്ചു. ഈ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു, മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ട് പ്രായോഗിക അറിവ്, പ്രായോഗിക വിദ്യാഭ്യാസവും പ്രായോഗിക ജീവിതത്തിൽ വേണ്ടുന്നതായ പ്രാക്ടിക്കൽ നോളജ് ഭയങ്കര. അതുകൊണ്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ പ്രാക്ടിക്കൽ വിസ്ഡം എന്ന് പറയുന്ന ഒരു പ്രാധാന്യം വരുന്നത്. ഞാൻ എപ്പോഴും എനിക്ക് തന്നെ അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന 2 ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. ഒന്ന്, ഞാൻ ഒരു അക്കാഡമിഷ്യനാണ്. ബേസിക്കലി ഞാൻ ടീച്ചർ. കെമിസ്ട്രിയാണ് എന്റെ സബ്ജക്ട്. ഞാൻ കെമിസ്ട്രി പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. അതാണ് എനിക്ക് ഏറ്റവും പറയാൻ ഇഷ്ടം. ഒപ്പം ഞാനൊരു സൂപ്പർ മാർക്കറ്റ് ഒക്കെ നടത്തുന്നുണ്ട്, ബിസിനസ്സുകാരനാണ്. അപ്പൊ ഞാനൊരു ഓൺട്രപ്രണറാണ്. മാത്രമല്ല ഇപ്പം 3 സീനിയർ സെക്കൻഡറി സ്കൂൾസും 8-10 പ്രൈമറി സ്കൂൾസും കിൻഡർ ഗാർഡൻസും ഒക്കെ നടത്തുന്നത് കൊണ്ട് തന്നെ 700-ലധികം അധ്യാപകർക്ക്, സ്റ്റാഫ് മൊത്തത്തിൽ 300-ലധികം അധ്യാപകർക്കും അതുപോലെ തന്നെ 300-ലധികം അധ്യാപകർക്കും ഉള്ളത് കൊണ്ട് അത്രയും പേർക്ക് ജോലി കൊടുക്കുന്ന ഒരാളെ സ്വാഭാവികമായിട്ട് സംരംഭകനായിട്ട് കണക്കാക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടും എനിക്ക് ഒരേപോലെ വഴങ്ങുന്ന ഒരു കാര്യമാണ്. ഞാൻ ഏറ്റവും അധികം സ്വാധീനിക്കപ്പെട്ടുള്ളത് നമ്മൾ കൊച്ചൗസഫ് ചിറ്റിലപ്പള്ളി, പേര് തന്നെ ഒരു രസമാണ് കേൾക്കാൻ. അതുകൂടാതെ തന്നെ അദ്ദേഹത്തിനാണ് ഏറ്റവും അന്നത്തെ കാലത്ത് ഏറ്റവും പ്രോംപ്റ്റ് ആയിട്ട് ഇൻകം ടാക്സ് അടയ്ക്കുന്നത്. അപ്പൊ ഏറ്റവും അധികം ഇൻകം ടാക്സ് അടച്ചതിനുള്ള പാരിതോഷികമൊക്കെ കിട്ടുന്നതും പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോ എന്നെ ഒരുപാട് ആകർഷിച്ചു. അപ്പൊ അത്രയും നല്ല ജസ്റ്റിഫുൾ ആയിട്ടുള്ള സത്യസന്ധനായിട്ടുള്ള ബിസിനസ്സുകാരനാണെന്ന് മനസ്സിലായി. പിന്നെ വീണ്ടും മനസ്സിലാക്കിയപ്പോഴേക്കും അദ്ദേഹം കൊച്ചിയിലാണ് എന്തെങ്കിലും ട്രിവാൻഡ്രത്ത് വന്ന് അന്നത്തെ ലാംബ്രട്ട സ്കൂട്ടറില് സ്വന്തമായി അയാൾ മാനുഫാക്ചർ ചെയ്തെടുത്ത വീഗോഡിന്റെ സ്റ്റെബിലൈസർ. അത് സ്റ്റെബിലൈസർ എന്ന് പറയുന്നത് തന്നെ വാക്ക് പോലും പലർക്കും ഫെമിലിയർ അല്ല. നമുക്കിപ്പോ ഫ്രിഡ്ജോ അല്ലെങ്കിൽ അന്ന് AC ഒക്കെ അധികം ഇല്ല. എന്തായാലും ഇവയെല്ലാം വെച്ചാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാം അടിച്ചു പോകും. അപ്പൊ അതിന് ഒരു സ്റ്റെബിലൈസർ വേണം, കൺട്രോൾ വേണം. അതുകൊണ്ട് അദ്ദേഹം സ്റ്റെബിലൈസർ നിർമ്മിച്ചു. ആ സ്റ്റെബിലൈസർ അദ്ദേഹം വീഗോഡ് എന്ന് പേര് വിട്ടു. ഇത് എന്നിട്ട് എറണാകുളത്ത് കൊടുക്കാൻ പറ്റുന്ന കടകളിലൊക്കെ കൊണ്ടുപോയി കൊടുത്തു. അപ്പൊ ഏതാണ്ട് ഒരു സാച്ചുറേഷനായി എറണാകുളം. അത് കഴിഞ്ഞപ്പോഴേക്കും അന്ന് അധികം വിൽപ്പന ഇല്ലല്ലോ. എല്ലാ കൊടുക്കാവുന്ന ഫ്രിഡ്ജ് വിൽക്കുന്നിടത്തോ അല്ലെങ്കിൽ AC വിൽക്കുന്നിടത്തോ മിക്സി വിൽക്കുന്നിടത്തോ വേണമെങ്കിൽ വാങ്ങാം. പക്ഷെ ഇതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പൊ അതിന് ട്രിവാൻഡ്രത്ത് വന്നു. ട്രിവാൻഡ്രത്ത് വന്നിട്ട് അവിടെ ഈ ലാംബ്രട്ട സ്കൂട്ടറിൽ ഇയാൾ തന്നെ മാനുഫാക്ചർ, ആൾക്കാരെ എടുത്ത് മാനുഫാക്ചർ ഇയാൾ തന്നെ കൊണ്ടുവന്ന് വിൽക്കുമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ പണ്ട് സൈക്കിളിൽ ഇതുപോലെ പലതും ചെയ്ത ആളാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം
പിന്നെയാണ് ഇവിടെ അത് സ്റ്റെബിലൈസറിന്റെ സെയിൽസ് ഇങ്ങനെ വളരെ നന്നായിട്ട് പുരോഗമിച്ചു കഴിഞ്ഞപ്പോൾ നാട്ടിൽ വന്നു, കാക്കനാട് വന്ന് ഇവിടെ വീഗാലാൻഡ് തുടങ്ങി. ആ സമയത്ത് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു, പ്രാക്ടിക്കൽ വിസ്ഡം എന്നാണ് ബുക്കിന്റെ പേര്. അതിന് 2-3 വോളിയൂംസ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് അന്നാണ് യഥാർത്ഥത്തിൽ ഞാൻ വിസ്ഡം എന്നുള്ള വാക്ക് തന്നെ വേർഡ് അറിയാം, മീനിങ് അറിയാം, പക്ഷെ അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ഓരോ കാലഘട്ടത്തിലും അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തിലൂടെ നേടിയ അറിവ്, ഈ ഫിസിക്സ് പഠിച്ചതും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിച്ചതും, അത് ഏത് രീതിയിൽ ഒരു പ്രോഡക്റ്റ് ആയിട്ട് സ്വയം മാനുഫാക്ചർ ചെയ്യാനും, സ്റ്റോക്കിസ്റ്റും അദ്ദേഹമാണ്, ഡീലറും അദ്ദേഹമാണ്, സപ്ലയറും അദ്ദേഹമാണ്, സെയിൽസ്മാനും അദ്ദേഹമാണ്. ഇതെല്ലാം ഈ പറഞ്ഞ ലാബ് സ്കൂട്ടറിലുമാണ്. അതൊക്കെ വല്ലാതെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെയാണ് ഞാനിപ്പോ കൊച്ചിയിൽ തന്നെ ഇരിക്കുന്നോണ്ട് പറയാം, ഇവിടെ യഥാർത്ഥത്തിലൊരു നമ്മളിപ്പോ എല്ലാവർക്കും അറിയുന്ന ഒരു മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലുണ്ട്. അത് ഇതുപോലെ ആരംഭിച്ചത് ഡോക്ടർ PA വർഗീസ് പുളിക്കൻ സാറ് ഇതുപോലെ വിദേശത്ത് കേരളത്തിൽ പഠിച്ചു, MBBS കഴിഞ്ഞു, വിദേശത്ത് പോയി MD മറ്റുമൊക്കെ പാസ്സായി നാട്ടിൽ വന്നു. അങ്ങനെ ഇന്ന് ഹോസ്പിറ്റൽസ് ഒന്നുമില്ല. ആ കാലഘട്ടത്തിലാണ് വർഗീസ് പുളിക്കൻ സാറ് ഇവിടെ ഒരു സ്വന്തമായിട്ട് വീട്ടിലെ രോഗികളെ പരിശോധിക്കുകയും സാമ്പിൾ മെഡിസിൻസ് ഒക്കെ അന്ന് മെഡിക്കൽ റെപ്പുണ്ട്, ആ കിട്ടുന്നതൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുകയും ഒരു ആതുര സേവനം എന്ന് പറയുന്ന അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം നടപ്പാക്കിക്കൊണ്ടിരുന്നു. ഇത്തരത്തിൽ അന്ന് അദ്ദേഹം ആരംഭിച്ച വീട്ടിൽ തന്നെ രോഗികളെ പരിശോധിക്കുകയും പിന്നെ വീട്ടിൽ രോഗിയെ കിടത്തേണ്ടി വന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ചെറിയ രീതിയിൽ ഒരു ഹോസ്പിറ്റൽ 2 പേർക്ക് കിടക്കാനുള്ള ബെഡ്, 4 പേർക്ക്, 10 പേർക്ക്, 20 പേർക്ക്, 50 പേർക്ക്. ഒടുവിൽ അദ്ദേഹം 2004 മരണപ്പെടുമ്പോൾ 750ഓളം ബെഡുള്ള ഹോസ്പിറ്റലായി. ഇതേ രീതി. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ വർഗീസ് പുളിക്കൻ സാറിനെ ഇതുപോലൊരു കുഞ്ഞ് ഇതായിട്ട് വീട്ടിൽ തുടങ്ങിയ ചികിത്സയിൽ നിന്നൊരു ഹോസ്പിറ്റൽ പടുത്തുയർത്തി കൊച്ചിക്കാർക്ക് മാത്രമല്ല കേരളത്തിലുള്ളവർക്കെല്ലാം തന്നെ ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ അന്ന് ആതുര ശുശ്രൂഷ നൽകിയ ഒരു വലിയ മനുഷ്യനാണ്, മഹത്തായ മനുഷ്യനാണ്. അതുപോലെയാണ് തിരുവനന്തപുരത്തും ഇതുപോലെ ഞാൻ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. മറ്റൊരാളുണ്ടായിരുന്നു, ഡോക്ടർ MRS മേനോൻ. അദ്ദേഹം ആരംഭിച്ചതാണ് കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റൽ. 52 വയസ്സിലോ 51 വയസ്സിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അപ്പൊ ആ MRS മേനോന്റെ ഒരൊറ്റ ആളിന്റെ ഒരു ദീർഘദൃഷ്ടി വീക്ഷണമാണ്. അപ്പൊ ഇങ്ങനെ ഓരോ ആ കാലഘട്ടത്തില് ഡോക്ടർമാരാകട്ടെ അല്ലെങ്കിൽ നമ്മുടെ ചിറ്റിലപ്പള്ളി പോലുള്ള വ്യക്തിത്വങ്ങളാകട്ടെ, അവരെല്ലാം ഭാവിയിൽ ഓൺടർപ്രണേഴ്സ് ആയിട്ട് അവരുടെ ഫീൽഡിൽ. ഇതാണ് എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ളത്. ആണ്. ഞാനിത് സാറ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. ഞാനും ഇതുപോലെ സൈക്കിളിലൊക്കെ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ ആ സാറിന്റെ ആ യാത്ര അത് എങ്ങനെയായിരുന്നു? അതായത് അങ്ങനെ നമ്മളൊരു ഇന്ന് ഞങ്ങൾ നോക്കുമ്പോൾ വളരെ സക്സസ്ഫുൾ ആയി നിൽക്കുന്ന ഒരു ഓണ്ടർപ്രണർ ആണ്. ജ്യോതിസ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ് ഉണ്ടായിരുന്നു, പറഞ്ഞ പോലെ സാറ് മറ്റ് പല ബിസിനസ്സുകളും ചെയ്യുന്നുണ്ട്. ഇത്രയും അധികം ആളുകൾക്ക് ഒരു വരുമാനം കൊടുക്കുന്നുണ്ട്, ഒരു വരുമാന ദാതാവാണ്. അപ്പൊ സാറിന്റെ ആ തുടക്കം എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? ഇങ്ങനെയുള്ള പല ആളുകളെയും കാണുമ്പോൾ നമുക്കൊരു സ്പാർക്ക് ഉണ്ട് അത് ചെയ്യണമെന്ന്. പക്ഷെ അത് ചെയ്യാനൊരു ധൈര്യം വേണം, അത് എടുത്തു ചാടാൻ ആ റിസ്ക് എടുക്കാനുള്ള ഒരു ഡിറ്റർമിനേഷൻ വേണം. അതൊക്കെ എങ്ങനെയായിരുന്നു സംഭവിച്ചത്? ഇതിന് ഇപ്പൊ ഞാൻ ചുരുക്കി പറയാം. ഞാൻ സൈക്കിളിൽ വെക്കാൻ ആദ്യം കൊണ്ടുപോയത് ചക്കയും മാങ്ങയും മുരിങ്ങയ്ക്കയും അതുപോലുള്ള വീട്ടിൽ നട്ടു വളർത്തി കൃഷി ചെയ്യുന്ന പ്ലാവിൽ നിന്ന് കിട്ടുന്ന ചക്ക. ആ ചക്ക എന്ന് പറയുന്നത് സാധാരണ അന്നൊക്കെ യഥാർത്ഥത്തിൽ എന്റെ അമ്മ, ഞങ്ങൾ 8 മക്കൾ. അപ്പൊ ഈ 8 മക്കളെ ഉൾപ്പെടെ എല്ലാരെയും തീറ്റണ്ടേ, അച്ഛന്റെ ഒരാളുടെ വരുമാനമാണ്. ഈ 8 പേര് ഞങ്ങളിൽ 3-4 വയസ്സിന്റെ പ്രായ വ്യത്യാസമേ ഉള്ളൂ. സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരും വരുമാനമില്ല. അച്ഛനൊരു അന്നത്തെ കാലത്താണെങ്കിൽ അതിനെ ജൗളി വ്യാപാരം എന്നാ പറയുന്നത്. അപ്പൊ അന്നത്തെ കൈത്തറി വസ്ത്രങ്ങളാണ്. കൈത്തറി വസ്ത്രങ്ങൾ അതായത് ബാലരാമപുരത്തു നിന്നോ അല്ലെങ്കിൽ കേരളത്തിന്റെ നാനാഭാഗത്തു നിന്ന് മാത്രമല്ല മധുരയിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും, മുംബൈ മഹാരാഷ്ട്രയിലൊക്കെ പോലും അച്ഛൻ അന്ന് യാത്ര ചെയ്ത് അവിടെ നിന്നെല്ലാം പോയി വസ്ത്രങ്ങൾ ഓർഡർ കൊടുത്ത് അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് തൊടുപുഴയായിരുന്നു ബിസിനസ് ചെയ്യുന്നത്. അവിടെ ഒരു പാലസ് ലോഡ്ജ് എന്ന് പറയുന്ന ലോഡ്ജ് മൊത്തത്തിൽ അച്ഛൻ വാടകയ്ക്ക്, ആദ്യം 1 മുറി വാടകയ്ക്കെടുത്ത് 2 മുറിയായി. പിന്നെ ആ ബിൽഡിംഗ് മൊത്തം AR ശങ്കരൻ പാലസ് ലോഡ്ജ് എന്ന് എഴുതി കാർഡ് കത്ത് അയച്ചു കഴിഞ്ഞാൽ അച്ഛന് കിട്ടും. അങ്ങനെയായിരുന്നു. അങ്ങനെ അപ്പൊ അച്ഛൻ അങ്ങനെ ബിസിനസ് ചെയ്യുന്നു. പക്ഷെ ആ മാസത്തിൽ 1-2-3 ആഴ്ച കൂടുമ്പോഴോ 1-2 മാസം കൂടുമ്പോഴോ ഒക്കെ ആയിരിക്കും അച്ഛൻ നാട്ടിൽ വരുന്നത്. അപ്പൊ വീട്ടിലെ യഥാർത്ഥത്തിൽ അമ്മയ്ക്ക് എല്ലാ മാസവും ഒന്നും അച്ഛൻ ഇങ്ങനെ പൈസ അയച്ചു കൊടുക്കുന്നില്ല. അപ്പൊ വീട്ടിലെ അമ്മയ്ക്ക്
സ്വാഭാവികമായിട്ടും ഒരു വരുമാനം വേറെ ഉണ്ടാകണം. അപ്പൊ വീട്ടിലെ നാട്ടിൽ അത്യാവശ്യം 3 ഏക്കറോളം വസ്തുവുണ്ട്. അപ്പൊ അതിനകത്ത് എല്ലാം ചേമ്പും ചേനയും കാശിലും മലയിലങ്ങും അതുപോലുള്ള എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളും കപ്പ മരിച്ചീനിയും തെങ്ങും പ്ലാവും മാവും എല്ലാം ഉണ്ട്. മാങ്ങയും ചക്കയൊക്കെ ഉണ്ടാകുമ്പോ അതെല്ലാം നമുക്കിതെല്ലാം കൂടെ എന്തിനാ, അപ്പൊ ഇത് സർപ്ലസ് വരും. മാത്രമല്ല സർപ്ലസ് വേണം, കാരണം എങ്കിൽ മാത്രമേ വരുമാനം ഉണ്ടാവുള്ളൂ. അപ്പൊ വീട്ടിൽ നിന്ന് മാങ്ങ യഥാർത്ഥം മിക്കവാറും ഞങ്ങൾക്ക് സീസൺ ഒന്നുമില്ല, നിറച്ചെപ്പോഴും വെള്ളം ഒഴിക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് മാവില് മിക്കവാറും ഒരു 12 മാസത്തിൽ ഒരു 8 മാസമെങ്കിലും മാങ്ങ കിട്ടും. പ്രത്യേകിച്ച് അൺസീസണിലെ മാങ്ങ കിട്ടുമ്പോ ഈ പറഞ്ഞതുപോലെ വില കൂടുതൽ കിട്ടും, പഴുപ്പിച്ചെടുക്കണമെന്നില്ല. അപ്പൊ അമ്മ നേരത്തെ കടയിലേക്ക് പോകും, ഞാൻ ഈ സൈക്കിളിൽ അമ്മ എല്ലാം എടുത്ത് തയ്യാറാക്കി വെച്ചിരിക്കും, ചാക്കിലേക്ക് ഇത് കൊണ്ടുപോകും. അപ്പൊ ചക്കയുടെ സീസൺ വരുമ്പോഴേക്കും ആദ്യമൊക്കെ 2 ചക്ക, 1 ചക്ക കൊണ്ടുപോകും, പിന്നെ 2ആയി. ഞാൻ പലപ്പോഴും അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് 9 ചക്ക വരെ ഒരു സൈക്കിളിൽ കൊണ്ടുപോകും. അത് കേൾക്കുമ്പോ മറ്റുള്ളവർക്ക് വലിയ ഒരു ഇതായിട്ട് തോന്നും. ഞാൻ യഥാർത്ഥം എന്താ വെച്ചാൽ പ്രാക്ടിക്കൽ വിസ്ഡമാണ് ഇത്, ചിത്രത്തിന്റെ മറ്റൊരു പ്രാക്ടിക്കൽ വിസ്ഡമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ ഞാനിത് ഒരെണ്ണം കൊണ്ടുപോയി എത്ര പ്രാവശ്യം കൊണ്ടുവരും, അവിടെ കൊണ്ടുപോയി ഇടുമ്പോൾ തന്നെ അത് പോകും. അപ്പൊ അതുകൊണ്ട് ആദ്യം എന്ത് ചെയ്തു, തെങ്ങിന്റെ ഓലയുടെ ഇതൊക്കെ ഉണ്ട്, അതിനെ കട്ട് ചെയ്തിട്ട് ഇതുണ്ടാക്കും. അല്ലെങ്കിൽ പ്ലാവിന് തന്നെ കട്ട് ചെയ്തെടുക്കുന്ന ഇതുണ്ടാവും. അതിന് 2 ചക്ക തങ്ങൾ ഇടിച്ചു കയറ്റും, അടുത്ത ഒരെണ്ണം ഇടിച്ചു കയറ്റും. അപ്പം വീണ്ടും ഒരെണ്ണം ഇടിച്ചു കയറ്റും. അപ്പൊ 4 ഉണ്ടായി. ഇതൊരു പലക വെച്ച് കെട്ടിയിട്ട് പലകയിൽ 4 ചക്കയായി. അതിന്റെ മുകളിൽ 3 എണ്ണം ഇതുപോലെ 2 കമ്പ് കെട്ടിക്കഴിഞ്ഞാൽ 3 ഉണ്ടായി. അപ്പൊ 4 3 7ആയി. അതിന്റെ മുകളിൽ 2 വയ്ക്കുമ്പോൾ 9 ചക്കയായി. ഇത് അതിനനുസരിച്ച് കെട്ടി റെഡിയാക്കും. സൈക്കിളിനെ കൊണ്ട് ഇതിനകത്ത് മുൻഭാരം എന്നൊക്കെ ഉള്ളൊരു സംഭവം ഉണ്ടല്ലോ, അപ്പൊ 2 കൂടെ വെക്കുമ്പോ 10ആയി. അവിടെ ആകുമ്പോ കറക്റ്റായി. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് കായലും എടുത്ത് വെച്ച് കയറി കഴിഞ്ഞാൽ സൈക്കിളൊക്കെ വെക്കും. പിന്നെ നേരെ അവിടെ കൊണ്ടുപോയി അമ്മയ്ക്ക് അത് ഇട്ട് കൊടുത്തിട്ട് അമ്മ ഈ ചക്ക മുഴുവൻ ഒന്നിച്ചായിട്ട് കൊടുക്കുന്നവർ വേണ്ടവർക്ക് കൊടുക്കും, ചിലപ്പോൾ 2ആയിട്ടോ 4ആയിട്ടോ കട്ട് ചെയ്ത് കൊടുക്കും. അപ്പൊ വൈകുന്നേരം അമ്മ വീട്ടിൽ വരുമ്പോഴേക്കും ഇത് കൊടുത്തിട്ട് വീട്ടിലേക്ക് വേണ്ടുന്നതായിട്ടുള്ള മറ്റ് സാധനങ്ങളൊക്കെ കൊണ്ടുവരും. അപ്പൊ ഇതുപോലെയാണ് മുരിങ്ങക്കയുടെ സീസൺ വരുമ്പോൾ മുരിങ്ങക്ക ആയിരിക്കും. അതല്ല കരിവേപ്പിലയുണ്ട്, കരിവേപ്പില തന്നെ വലിയ മരം പോലെ ഉണ്ടാവും. ഇതെല്ലാം ഇങ്ങനെ വീട്ടിൽ എന്തൊക്കെയാണോ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതുപോലെ നിലകിഴങ്ങോ കാശിലോ ഇതുപോലുള്ള എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഉൾപ്പെടെ കപ്പ ഇഷ്ടം പോലെയാണ്. അപ്പൊ ഈ കപ്പ ഉണ്ടാകുന്നത് കപ്പ ഇതുപോലെ മാർക്കറ്റിലെത്തിക്കും. ഈ അങ്ങനെ മാർക്കറ്റിലെത്തിക്കുന്ന സൈക്കിളിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അതുപോലെ സൈക്കിളിൽ യാത്രയിലൂടെ കച്ചവടം നടത്തിയിട്ടുള്ളത് കേട്ടാൽ അതിശയം തോന്നാം. വീട്ടിൽ നേരത്തെ എന്റെ ചേട്ടൻ അന്ന് പഠിച്ചു കഴിഞ്ഞപ്പോൾ ചേട്ടൻ്റെ ഒരു ലോൺ കിട്ടി. ചേട്ടന് സ്വന്തമായി സ്വയം തൊഴിൽ കണ്ടെത്തില്ലെന്ന് ലോൺ കിട്ടും. അപ്പൊ ചേട്ടന് നേരത്തെ ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തു, 20,000 രൂപയുടെ ഒരു ലോൺ ആയിരുന്നു. ചേട്ടൻ എന്ത് ചെയ്തത്, അന്ന് യഥാർത്ഥത്തിൽ പൗൾട്രി ഫാമിന്റെ ആരംഭമാണ്. ബ്രോയിലർ ചിക്കൻ ചിക്സ് ഇങ്ങനെ കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുക്കുക, 24 മണിക്കൂർ കൊണ്ട് വിരിയിച്ചെടുക്കുന്ന കുഞ്ഞുങ്ങളെ വാങ്ങാൻ കിട്ടും. അതിനുവേണ്ടി ലോൺ കിട്ടും. ഇതിന്റെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് വാങ്ങിയിട്ട് ഒരു വലിയൊരു ഷെഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ കോഴി കുഞ്ഞുങ്ങളെയും വാങ്ങി തന്നിട്ട് ചേട്ടന്റെ പണി നോക്കി പോയി, ചേട്ടൻ പഠിക്കാൻ പോയി. അപ്പൊ ഇതിനെ നോക്കുന്നത് എന്റെ ജോലിയായി. പിന്നെ 100, 150, 250, 500 കോഴി കുഞ്ഞുങ്ങൾ ഒരുമിച്ച് ഓരോ സീസണിലും വരുത്തും. അത് 55 ദിവസം കൊണ്ട് ഇത് ചത്തുപോകും. 40 ദിവസം ആകുമ്പോഴേക്കും ഇത് കോഴിക്ക് ആവശ്യത്തിലുള്ള തൂക്കം വെക്കും. അത് സെയിൽ ചെയ്യണം. അപ്പൊ അവിടെ വീട്ടിൽ വെച്ച് സെയിൽ ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ആൾക്കാർ വന്ന് വാങ്ങിയാലേ പറ്റുള്ളൂ, കോഴി കൊണ്ടുനടക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ ഇതെല്ലാം തന്നെ കട്ട് ചെയ്ത് ഡ്രസ് ചെയ്ത് റെഡിയാക്കി ഇറച്ചിയാക്കിയിട്ട് ഇത് ട്രിവാൻഡ്രത്തും ആറ്റിങ്ങിലും ഒക്കെയുള്ള ഹോട്ടലുകളിലും ബാറുകളിലും സൈക്കിളിൽ വെച്ച് കെട്ടി കൊണ്ടുപോയി കൊടുക്കും. എക്സാക്ട്ലി. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഴയ കാലം തൊട്ടേ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ബിസിനസ്സുകാരൻ എവിടെയൊക്കെയോ ഉണ്ടായിരുന്നല്ലേ. ഇതൊക്കെ ഞാൻ യഥാർത്ഥത്തിൽ പ്രീഡിഗ്രിക്കും ഡിഗ്രിക്കും പഠിച്ച കാലം സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചപ്പോഴാണ് അമ്മയ്ക്ക് വേണ്ടി ഞാൻ കൊണ്ടുവരുന്നത്. 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് പഠിക്കുമ്പോൾ. അത് കഴിഞ്ഞിട്ട് പ്രീഡിഗ്രിക്കും ഡിഗ്രിക്കും ഒക്കെ പഠിക്കുമ്പോഴും ഞാൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ വീട്ടില് പശുക്കളുണ്ട്. അപ്പൊ പാലുണ്ട്. അപ്പൊ പാല് എന്ന് പറയുന്ന 3, 4, 5 പശുക്കളാണ് ഒരേ സമയം പ്രസവിച്ച്. അപ്പൊ അത്രത്തോളം പാല് കിട്ടും. അത് മിക്കവാറും കറവക്കാരൻ വരാത്ത ദിവസം ഞാൻ തന്നെയാണ് ഇതെല്ലാം കറക്കുന്നത്. അപ്പൊ നാട്ടിൽ അപ്പുറത്തും ഇപ്പുറത്തും കൂടെ കറവക്കാരൻ വരുമ്പോ അവിടെയും ഞാൻ എന്നെ തന്നെ വിളിക്കും കറക്കാനായിട്ട്. അവിടെ പലവണ്ണം എടുക്കും. ഇതെല്ലാം അന്ന് ചെയ്യുമായിരുന്നു. അത് നമുക്കൊരു ഭയങ്കര മീൻസ് ആ ഒരു മേഡം ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സെൽഫായിട്ട് ഏൺ ചെയ്യുക എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് വലിയ കാര്യമാണ്. അപ്പൊ അതങ്ങനെ ചെയ്തു വന്നിട്ടുണ്ട്. പിന്നെ നിറച്ച് വാഴ വെച്ചിട്ടുണ്ട്. ഞാൻ തന്നെയാണ് വാഴ നടുന്നത്, ഞാൻ തന്നെയാണ് മറ്റ് എല്ലാ ഫലവൃക്ഷങ്ങളും വളർത്തുന്നത്. ഇതെല്ലാത്തിനും വൈകുന്നേരങ്ങളിൽ രാത്രി വരെ അതിന് വേണ്ടിയിട്ട് വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ അതിന് വളം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിന് നാട്ടിലുള്ള എല്ലാ പുരയിടങ്ങളിൽ നിന്നും ഈ പച്ചില കൊണ്ടുവന്ന് അതിനെല്ലാത്തിനും വളം വെക്കുക, ഇതെല്ലാം ചെയ്യും. പിന്നെ നിറച്ച് കോഴി വളർത്തുന്നതുകൊണ്ട് ഈ കോഴിയുടെ
ഇതുണ്ടല്ലോ കാഷ്ടം എന്ന് പറയുമല്ലോ, അതിന്റെ എല്ലാ വേസ്റ്റും ഇതിന്റെ ഇതിലേക്കാണ്. കുറച്ചുകൂടെ പട്ടുപോകും. ഇല്ല, കൂടിനിട്ട പട്ടുപോകും. ഓ അത് ശരി. അത്രത്തോളം ചൂടുള്ളതാ. അതെ, എന്തൊക്കെ കാര്യങ്ങളാണല്ലേ. ഭയങ്കരമായിട്ട് ഇതെല്ലാം സയന്റിഫിക് ആയിട്ടുള്ള കാര്യം കൂടെ അറിയാം. നമ്മൾ ഏതെങ്കിലുമൊക്കെ ഇപ്പൊ കത്തിരിക്കയോ അല്ലെങ്കിൽ മുളകോ ഇതൊക്കെ നട്ട് അതിന്റെ മുകളിലേക്ക് ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം ഇത് പട്ടതിക്കും. അതല്ലേ. അല്ല, ഞാൻ ആലോചിക്കാൻ അപ്പൊ അതിന് ഈ ഒരു യാത്രയില് ഏത് കാലഘട്ടത്തിലാണ് ഇതെല്ലാം വളരെ ചെറിയ രീതിയിൽ ചെറിയ പ്രോഫിറ്റ് ലഭിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഫുൾ ടൈം അധ്വാനിച്ചുകൊണ്ടിരിക്കേണ്ട ജോലികളല്ലേ? അവിടെ നിന്ന് നമ്മളിങ്ങനെ ഒരു സ്കൂള് തുടങ്ങണം എന്നുള്ള അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുള്ള മോഹം ഏത് കാലഘട്ടത്തിലാണ് സാറിലേക്ക് വരുന്നത്? അതിനുശേഷം എനിക്കറിയാം ജോലി കിട്ടി പോകുന്നതും ജോലിയോട് വലിയ താല്പര്യമില്ലാതെ എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിച്ച കഥകളൊക്കെ എനിക്കറിയാം. അപ്പൊ എപ്പോഴായിരുന്നു ഇങ്ങനെ ഒരു എഡ്യൂക്കേഷൻ ആണ് എന്റെ ഒരു മേഖല, അവിടെ ഒരു സ്കൂൾ തുടങ്ങണം, ഇങ്ങനെ ഒരുപാട് കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന അധ്യാപകനാകണം എന്നൊക്കെ ചിന്തിച്ചത് എപ്പോഴായിരുന്നു? അധ്യാപകനാകണമെന്നുള്ള ചിന്ത എനിക്ക് കഴിയുമെന്നുള്ള ചിന്ത, അധ്യാപകനാണെന്നുള്ളത് എന്നെ കൊണ്ട് അധ്യാപക ജോലി, അതായത് മറ്റു കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതാണല്ലോ ഒരു അധ്യാപകൻ ചെയ്യുന്ന പ്രവൃത്തി, അധ്യാപികയായിരുന്നാലും. അപ്പൊ അതിനെനിക്ക് കഴിയുമെന്ന് മനസ്സിലായത് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ കൂടെ പഠിച്ചിരുന്നവരൊക്കെ ചിലർക്ക് മാത്സ് വളരെ വീക്കായിരിക്കും, ചിലർ ഇംഗ്ലീഷ് വീക്കായിരിക്കും, അതുപോലെ സയൻസ് വീക്കായിരിക്കും. അപ്പൊ ആ സമയത്ത് കൂട്ടുകാരൊക്കെ എന്റെ സ്കൂളിൽ പഠിക്കുന്ന കൂട്ടുകാർ തൊട്ടപ്പുറത്ത് അയൽവക്കങ്ങളിലൊക്കെ താമസിക്കുന്ന നൈബേഴ്സ് ആയിട്ടുള്ള വേറെ സ്കൂളിലായിരിക്കും പഠിക്കുന്നത്. അപ്പൊ അവിടെ നല്ല കൂട്ടുകാരാണ്, ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പൊ ആ കൂട്ടുകാരൊക്കെ 10ാം ക്ലാസ്സിൽ എന്റെ സമപ്രായക്കാരെ ഒരുപാടുണ്ട്. അപ്പൊ അവർ വന്ന് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പലതും അവർക്ക് സ്കൂളിൽ നന്നായി പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ഇവർക്കെല്ലാം എഴുതി പഠിപ്പിച്ചു കൊടുക്കും. അപ്പൊ അവര് ഭയങ്കര രസമായിട്ട് ആസ്വദിച്ചിട്ട് പറയും നന്നായി മനസ്സിലായെന്ന് പറയും. അപ്പൊ എനിക്ക് മനസ്സിലായി എനിക്കൊരു കഴിവിലുണ്ട്, ഒരു അധ്യാപന കഴിവ് എനിക്കുണ്ട് എന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ പ്രീഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഇത് തന്നെ ചെയ്തു. ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞാൻ വാസ്തവത്തിൽ എന്റെ ഇംഗ്ലീഷ് പരീക്ഷയുടെ 7 ദിവസം മുൻപ് എന്റെ ജ്യേഷ്ഠൻ മരണപ്പെട്ടു. അപ്പൊ അതിന് മുൻപുള്ള 1-2 ആഴ്ചക്കാലം ഞാൻ എന്റെ കൂടെ എന്റെ സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് അന്ന് രാഷ്ട്രീയക്കാരാണ്, ഇവരൊന്നും കോളേജിൽ ക്ലാസ്സിൽ കയറുന്നവരല്ല. ഞാൻ ഇച്ചിരി മര്യാദക്കാരനാണ്, അതുകൊണ്ട് ഞാൻ ക്ലാസ്സിൽ കയറും. അപ്പൊ പരീക്ഷയ്ക്ക് വേണ്ടി അത്യാവശ്യം ഞാൻ പഠിക്കും. അപ്പൊ ഇത് കഴിഞ്ഞ് പരീക്ഷ അടുത്തപ്പോൾ അവരൊക്കെ എന്റെ അടുത്ത് പഠിക്കാനായിട്ട് വന്നു. അങ്ങനെ വന്നപ്പോ എന്റെ അടുത്ത് എന്റെ കൂട്ടുകാരെല്ലാം പഠിക്കാൻ വന്നിരിക്കുമായിരുന്നു, ഇംഗ്ലീഷ് ഉൾപ്പെടെ. ഞാൻ കെമിസ്ട്രിയാണ് പിന്നെ എന്റെ മെയിൻ സബ്ജക്റ്റ് എങ്കിലും. ബിക്കോസ് ക്ലാസ്സിൽ കയറിയിട്ടുള്ളത് എനിക്ക് ഷേക്സ്പിയറും ഡ്രാമ എന്ന് ഫെലിസ് എനിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ അറിയാം, ക്യാരക്ടേഴ്സ് അറിയാം, ആൻസറിന്റെ മേൻ അതിനകത്ത് ലൂക്കയും സർജിയസും ഒക്കെയുള്ള ക്യാരക്ടേഴ്സ് അറിയാം, ക്യാരക്ടർ സ്റ്റഡി പഠിപ്പിച്ചു കൊടുക്കാൻ അറിയാം, അതിനകത്ത് അനോട്ടേഷനും എസ്സേ ഒക്കെ ആണല്ലോ, ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഇതെല്ലാം പറഞ്ഞു കൊടുക്കാൻ അറിയാം. ഇതെല്ലാം അതിനേക്കാൾ ഏറ്റവും ഗ്രാമർ കോമ്പോസിഷൻ ഉണ്ട്. ഗ്രാമറൊക്കെ അന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അന്ന് ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വെച്ച് പറഞ്ഞു കൊടുക്കും. ഒടുവിൽ പക്ഷേ എന്റെ ജ്യേഷ്ഠന്റെ വാർത്തയാണ് ഞാനൊരു ദിവസം അവിചാരിതമായി കേൾക്കുന്നത്. അപ്പൊ അങ്ങനെ എന്റെ പഠിത്തം നിന്നു. അപ്പൊ പരീക്ഷയ്ക്ക് ഒടുവിൽ വീട്ടുകാരെല്ലാവരും നിർബന്ധിച്ച് പറഞ്ഞ് ഞാൻ പോയി പരീക്ഷ എഴുതി. റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം ഇംഗ്ലീഷ് എപ്പോഴും തോൽക്കും. അന്നൊക്കെ ഒരു 30-30% പേര് മാത്രമാണ് ജയിക്കുന്നത്. ജയിച്ചവരുടെ കൂട്ടത്തിൽ ഞാനുണ്ട്. പക്ഷെ ഞാൻ അന്ന് പഠിപ്പിച്ചവരൊക്കെ തന്നെ ഫെയിലായി. കാരണം അവർക്ക് 7 ദിവസം പിന്നെ അവരൊന്നും പഠിച്ചില്ല. പക്ഷെ പിന്നെ അതിനുശേഷം ഞാൻ അന്നൊക്കെ സെപ്റ്റംബർ കമ്പാർട്ട്മെന്റ് എക്സാമിനേഷൻ ഉണ്ട്. ആ സമയത്ത് ഞാൻ ഇംഗ്ലീഷ് പാസ്സായ ആളാ. ഞാൻ ഈ ഫ്രണ്ട്സിനെ എന്റെ കൂടെ ഉണ്ടായിരുന്ന 7 പേര്, എന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റു കൂട്ടുകാരും അല്ലാതെ തോറ്റവരെ എല്ലാരെയും കൂടെ വിളിച്ചിരുത്തി പഠിപ്പിച്ചു. അവരെല്ലാരെയും ജയിപ്പിച്ചു. ആ സെപ്റ്റംബറിലെ എക്സാമിനേഷന് പ്രൈവറ്റ് സ്റ്റഡി എന്നാ പറയുന്നത്, ജയിച്ചു. അപ്പൊ അതുകൂടെ ആയപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ അധ്യാപകനാകാൻ യോഗ്യനാണ് എന്ന്. എന്നിട്ട് കെമിസ്ട്രിയിലെ ട്യൂഷൻ എടുത്തു. അങ്ങനെ കെമിസ്ട്രി ട്യൂഷൻ എടുത്തു. അന്ന് 2 പേരായിരുന്നു. അത് പിന്നെ 10, 12, 18, 20, 36, 56, 100 ഒക്കെ ആയി. പിന്നെ അത് പാരലൽ കോളേജായിട്ട് മാറി. 3 മാസം കൊണ്ട് പാരലൽ കോളേജായിട്ട് മാറി. 250-ലധികം കുട്ടികൾ ആദ്യത്തെ വർഷം തന്നെ പഠിക്കാൻ വന്നു. പിന്നെ അത് 1000-ലധികം വിദ്യാർത്ഥികളുള്ള പാരലൽ കോളേജായിട്ട് മാറി. അത് കഴിഞ്ഞ് എനിക്ക് 86-ല് പാരലൽ കോളേജ് തുടങ്ങി. എനിക്ക് 89 നവംബർ 1 കേരളപ്പിറവി ദിവസം ജോലി കിട്ടി. KSIDCയുടെ കീഴിലുള്ള കേരള സ്റ്റേറ്റ് സാനിറ്റൈസേഷൻ കെമിക്കൽസ് എന്ന് പറയുന്ന ആസ്പിരിൻ പ്ലാന്റ് എന്ന് പറയുന്ന അറിയപ്പെടുന്ന സ്ഥാപനത്തിൽ, പൊതുമേഖലാ സ്ഥാപനം. ആസ്പിരിൻ മാനുഫാക്ചർ ചെയ്യുന്ന രാജ്യത്തെ ഒരേ ഒരു പൊതുമേഖലാ സ്ഥാപനമായിരുന്നു അന്ന് ഗൗരിയമ്മയായിരുന്നു വ്യവസായ മന്ത്രിയൊക്കെ. അവിടെ ജോലി ചെയ്തു. 11 വർഷം കഴിഞ്ഞപ്പോൾ അത് റിസൈൻ ചെയ്തു. VRS എടുത്തു. VRS എടുത്തതിന് ശേഷമാണ് വാസ്തവത്തിൽ സ്കൂളിന് വേണ്ടിയിട്ട് ഒരു 2 വർഷത്തോളം ഒരുപാട് സ്കൂളുകൾ, ഇവിടെ എറണാകുളത്ത് ഉൾപ്പെടെ, ഇവിടുത്തെ രാജഗിരിയിലും
ഇവിടുത്തെ ചോയ്സ് ഇന്റർനാഷണൽ സ്കൂളിലും തൃപ്പൂണിത്തുറയിലും ഇവിടുത്തെ ഗിരിനാറിലുള്ള ഭാരതീയ വിദ്യാഭവൻ സ്കൂളിൽ ഉൾപ്പെടെ കോട്ടയത്തെ പള്ളിക്കൂടമായിരുന്നാലും കോഴിക്കോട് തിരുവനന്തപുരത്തായാലും ഇങ്ങനെ ഒരുപാട് സ്കൂളുകളിൽ ഞാൻ 2 വർഷം വിസിറ്റ് ചെയ്തു. മനസ്സിലാക്കാൻ അവിടെ എല്ലാം KG ക്ലാസ്സുകളുടെ അതാണ് ഏറ്റവും ബേസ് ആയിട്ട് അറിയേണ്ടത്. അതുകൊണ്ട് KGയുടെ കരിക്കുലം എന്താണ്, പ്രൈമറി ക്ലാസ്സുകളിൽ ഉപയോഗിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകൾ, പ്രൈവറ്റ് പബ്ലിഷേഴ്സിന്റെ ബുക്ക് ഏതൊക്കെയാണ്, മൊത്തത്തിൽ എല്ലാം മനസ്സിലായി. 2 വർഷം ഒരുപാട് സ്കൂളുകൾ സന്ദർശിച്ചു. അതുപോലെ നെറ്റിൽ നിന്നും ഇത്രത്തോളം ഒന്നും കിട്ടത്തില്ല. അതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് ചെറിയ തോതിൽ കിൻഡർ ഗാർഡൻ തുടങ്ങി. എന്റെ മോൻ തന്നെ ആദ്യത്തെ പ്ലേ ക്ലാസ് വിദ്യാർത്ഥിയായി 2004 ഇപ്പൊ എന്റെ മോളെ മറ്റേ സ്കൂളിൽ നിന്ന് മാറ്റി സെക്കൻഡ് സ്റ്റാൻഡേർഡില് വന്നു. 4th വരെ ഡയറക്റ്റായിട്ട് ആരംഭിച്ചു. 2ാമത്തെ വർഷം 7th വരെ ഡയറക്റ്റായിട്ട് ആരംഭിച്ചു. 4ാമത്തെ വർഷമായപ്പോ ആദ്യത്തെ 10ാം ക്ലാസ് പരീക്ഷ കുട്ടികൾ എഴുതി 2009. 2011 ആദ്യത്തെ ബാച്ച് 12th ബോർഡ് എക്സാമിനേഷൻ എഴുതി പുറത്തിറങ്ങി. നമ്മൾ ലൈഫ് സ്കിൽസിനെ കുറിച്ച് സാറേ, നമ്മളിപ്പോ സംസാരിച്ചതെല്ലാം സാറിന്റെ പേഴ്സണൽ ജീവിതമാണെങ്കിൽ പോലും ഇതെല്ലാം ഒരു ലൈഫ് സ്കില്ലുമായി അസോസിയേറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സ്കില്ലുകൾ ഉണ്ടായിരുന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ ഒരു ഓണ്ടർപ്രണർ എന്ന് പറയുന്ന വളരെ മത്സരബുദ്ധി നിറഞ്ഞ ഒരു ലോകത്ത് പിടിച്ചു നിൽക്കാനും വിജയിക്കാനും സാധിക്കില്ലായിരുന്നു. ഇത് സാർ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇതൊരു ലൈഫ് സ്കില്ലാണെന്നുള്ളതും ഇതാണ് എന്നെ വിജയിപ്പിച്ചതെന്നുള്ളതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ? ഇല്ല, ഞാൻ ഈ പറഞ്ഞ വിദ്യാഭ്യാസ കാലഘട്ടത്തിലും സ്വന്തമായി അമ്മയ്ക്ക് വേണ്ടി സഹായിച്ച് ബിസിനസിന്റെ ഭാഗമായതും പിന്നെ ഞാൻ തന്നെ ഇതുപോലെ പഠിപ്പിച്ചു കൊടുക്കുന്നതും അതും ഒരു ഓൺട്രപ്രണറിയൽ ആയിട്ടുള്ള രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന രീതിയിൽ വാസ്തവത്തിൽ ഞാൻ ഇത്രയും നേരം നമ്മൾ ലൈഫ് സ്കിൽസിലേക്കാണ് തുടക്കം കുറിച്ചതെങ്കിലും അതിലേക്കാണ് വരേണ്ടിയിരുന്നെങ്കിൽ ഞാൻ ഡൈവേർട്ട് ചെയ്തു പോയി. അതൊരു പക്ഷേ തീർച്ചയായിട്ടും ശ്രോതാക്കൾക്ക്, നമ്മളെ കേൾക്കുന്നവർക്ക് ഇത് പ്രയോജനകരമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതായത് നമ്മൾ യഥാർത്ഥത്തിൽ ലൈഫ് സ്കിൽസ് WHO അനുസരിച്ച് വിവിധതരം ലൈഫ് സ്കിൽസ് ഉണ്ട്. പ്രധാനമായിട്ട് 10 എന്നാലും അതിലും കൂടുതലായിട്ട് ഇപ്പൊ പുതുതായിട്ട് നമ്മുടെ ഒരു ലൈഫ് സ്കിൽസിലേക്ക് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഏറ്റവും ആദ്യത്തേത് എന്ന് പറയുന്നത് സെൽഫ് അവയർനെസ് ആണ്. സ്വന്തമായുള്ള തിരിച്ചറിവ്. എനിക്ക് എന്തെല്ലാം കഴിവുകളുണ്ട്, എനിക്ക് എന്തെല്ലാം കുറവുകളുണ്ട്, ആ കുറവുകളെ എങ്ങനെ തിരുത്തി കഴിവുകളാക്കി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതാണ് യഥാർത്ഥത്തിൽ ലൈഫ് സ്കിൽസിന്റെ പ്രാഥമികമായിട്ടൊരു തുടക്കം ചെയ്യേണ്ടത്. പിന്നെയാണ് യഥാർത്ഥത്തിൽ സിമ്പതിയോ എമ്പതിയോ അതല്ലാതെ ക്രിയേറ്റീവ് തിങ്കിങ്ങും ക്രിട്ടിക്കൽ തിങ്കിങ്ങും അതുപോലെ മറ്റ് പല ഘട്ടങ്ങളിലേക്ക് വരുന്നതെല്ലാം പിന്നീടാണ്. അപ്പൊ ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ സെൽഫ് റിയലൈസേഷൻ ആണ്, സെൽഫ് അവയർനെസ് ആണ്. ഞാൻ ആരാണ്, എനിക്ക് എന്തെല്ലാം കഴിവുകളുണ്ട്, എൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസൃതമായി ആ നേടിയ വിദ്യാഭ്യാസം ഇപ്പൊ ഓരോരുത്തർക്ക് നേടിയിട്ടുള്ള വിദ്യാഭ്യാസ രംഗത്തായിരിക്കില്ല അവർ ശോഭിക്കുക. അവരുടെ കരിയർ, അവരുടെ പ്രൊഫഷൻ, അവരുടെ സർക്കാർ ജോലി ആകട്ടെ മറ്റേത് പ്രൈവറ്റ് ജോലി ആകട്ടെ, പലപ്പോഴും അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് പോയിരിക്കുക. അതൊരു തെറ്റൊന്നുമല്ല. ബിക്കോസ് അതിലേക്ക് പോയിട്ട് ആ പ്രൊഫഷൻ, ഏത് പ്രൊഫഷനാവട്ടെ, ആ പ്രൊഫഷനെ സ്വന്തം പാഷനാക്കി മാറ്റുക. ആ പാഷനായി മാറ്റിയെടുത്താൽ മാത്രമേ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നതിനകത്തൊരു വലിയ ഘടകമാണ്. അല്ലാതെ ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റിലൂടെ ഒരിക്കലും ആരും ഒരുപാട് എക്സൽ ചെയ്യത്തൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ പറഞ്ഞതെല്ലാം തന്നെ ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ എനിക്ക് വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, ഇത് തന്നെയാണ് രക്ഷിതാക്കളോട് പറയാനുള്ളത്, ഇത് തന്നെയാണ് എൻ്റെ ഈ പറഞ്ഞ രീതിയിലുള്ള ഞാൻ എന്നെ തിരിച്ചറിയുകയായിരുന്നു. ഇത് തന്നെയാണ് അധ്യാപകരോടും പറയാനുള്ളത്. അധ്യാപകർ അവരുടെ വിഷയങ്ങളിൽ നീ ഇത്ര മാർക്ക് വാങ്ങണം, നിനക്ക് എന്താ ഫിസിക്സ് പഠിച്ചാൽ എന്താ, ഫിസിക്സ് മനസ്സിലാവില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാ, ഫിസിക്സ് നല്ല എളുപ്പമല്ലേ, ന്യൂമറിക്കൽസ് ഒക്കെ ആയിട്ട് വളരെ എളുപ്പമല്ലേ, ഇങ്ങനെ ചോദിച്ചാൽ ഫിസിക്സ് പഠിക്കാൻ താല്പര്യമില്ല. ഫിസിക്സ് പഠിക്കാൻ താല്പര്യമില്ല. ഫിസിക്സ് പഠിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്ക് അവന് ബിസിനസ് സ്റ്റഡീസിനോടാണ് താല്പര്യം. അവനൊരു ഓൺടർപ്രണർ ആകാനാണ് ആഗ്രഹം. അവന്റെ താരത്തില് ഓൺടർപ്രണർഷിപ്പ് ഇപ്പൊ വിഷയമായിട്ട് എന്നെ പോലെ ഞാൻ നേരത്തെ പറഞ്ഞവർ ആരും ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് വാക്ക് പോലും കേട്ടിട്ടില്ല. പിന്നല്ലേ സിലബസും ഡിഗ്രി കോഴ്സും +2 ഓൺടർപ്രണർഷിപ്പ് ഇപ്പൊ യഥാർത്ഥത്തില് ഒരു ഓപ്പറേറ്റ് സബ്ജക്റ്റ് ആണ്. ടാക്സേഷൻ ഉണ്ട്, ഫിനാൻഷ്യൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഉണ്ട്. ഇപ്പം എന്താ പറയാ, ഡിഗ്രിക്ക് തന്നെ ബികോമിൽ തന്നെ ഒരുപാട് പേപ്പേഴ്സ് വേറെ ഉണ്ട്. ഇപ്പൊ ഈ പേപ്പേഴ്സ് ഒന്നും അക്കൗണ്ടിങ്ങും ഓഡിറ്റിങ്ങും ടാക്സ് കൺസൾട്ടൻസി ഇതൊന്നും അന്നൊന്നും ഇല്ല. ലിമിറ്റഡ് നമ്പർ ഓഫ് പേപ്പേഴ്സ് പഠിക്കുന്നുള്ളൂ. അതിനെ എങ്ങനെ ജീവിതത്തില് കരിയറുമായിട്ട്
കണക്ട് ചെയ്ത് ഒരു സ്വന്തമായിട്ട് വരുമാന മാർഗമായി അതിനെ മാറ്റിയെടുക്കണം. ഇതാണല്ലോ നമ്മൾ നിന്ന് കൊടുക്കേണ്ട മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. അവിടെയല്ലേ നമ്മൾ ഇന്ന് തുടങ്ങിയത്. അപ്പൊ ആ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം സ്വമേധയാ കുട്ടികൾ ആർജിച്ചെടുക്കാൻ കഴിയും. അവർ പഠിക്കുന്ന പാഠഭാഗങ്ങളിൽ നിന്ന് അധ്യാപകർ പറഞ്ഞു കൊടുക്കുന്നതിലുപരി അവര് തന്നെ സ്വയം ആ മൂല്യബോധം വളർത്തിയെടുക്കാനായിട്ട് എക്സ്ട്രാ എന്തൊക്കെ റിസോഴ്സസ് അവർക്ക് ലഭിക്കുമോ അതെല്ലാം അവർക്ക് അവരവരുടെ ഓരോ ക്ലാസ്സിലും ഇപ്പൊ 6, 7, 8, 9, 10, 11, 12 ക്ലാസ്സുകളിൽ 5th വരെ ഉള്ള കുഞ്ഞു മക്കളെ വിടാം. അവർക്ക് അതിനുള്ള രീതിയിലുള്ളൊരു സെൽഫ് റിയലൈസേഷൻ, സെൽഫ് അവയർനെസ് എന്ന് പറയുന്ന ഒരു കോൺഷ്യസ്നെസ്സിലേക്ക് അവർ എത്തുന്നില്ല ഏജ് അതിനനുസരിച്ച്. പക്ഷെ 6th മുതൽ അതിനകത്തൊരു കോൺഷ്യസ്നെസ് ഉണ്ട്. ബട്ട് അത് അവരിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അധ്യാപകരുടെ കടമയാണ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ പഠിക്കുന്ന ഓരോ വിഷയവും അവർക്ക് ജീവിതത്തിൽ ഭാവിയിൽ തൊഴിൽ മേഖലകളിലേക്ക് പ്രവേശിക്കാൻ ഉപകരിക്കുന്നത് ഏതായിരിക്കും എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ അന്നത്തെ കാലത്ത് നമുക്ക് ഇത്രത്തോളം തൊഴിൽ മേഖലകളില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചക്ക വിറ്റും മാങ്ങ വിറ്റും അല്ലെങ്കിൽ കോഴി കച്ചവടം നടത്തിയും ഒക്കെ ചെയ്ത് അതുപോലെ ഓഫ്കോഴ്സ് ഞാൻ പിന്നീട് ഒടുവിൽ എവിടെ നിൽക്കുന്നത് എവിടെയാ ഞാൻ കൂടുതലായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്തത് അധ്യാപനത്തിലാണ്. കാരണം ഞാൻ 10ാം ക്ലാസ് പഠിച്ചപ്പോൾ കൂട്ടുകാരെ പഠിപ്പിച്ചവർക്ക് മനസ്സിലായി, ഡിഗ്രിക്ക് പഠിച്ചവർ കൂട്ടുകാരെ പഠിപ്പിച്ചവർക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് ഞാൻ PGക്ക് പഠിക്കുമ്പോൾ ഞാൻ ഒരു പാരലൽ കോളേജ് നടത്തി ട്യൂഷൻ തുടങ്ങി പാരലൽ കോളേജായിട്ട് മാറി. അവിടെയും വിദ്യാഭ്യാസം നൽകിയപ്പോൾ കുട്ടികൾ അത് മനസ്സിലാകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടികളെ എനിക്ക് യഥാർത്ഥത്തിൽ അവർ തിരഞ്ഞെടുത്തിരുന്ന വിഷയങ്ങൾ അവയില് ഏതൊക്കെ വിഷയങ്ങളിലായിരിക്കും നിങ്ങൾക്ക് പിന്നീടൊരു കരിയർ നേടിയെടുക്കാൻ കഴിയുന്നതെന്ന് ഒരു കരിയർ ഗൈഡൻസ് അറിഞ്ഞോ അറിയാതെയോ കുട്ടികൾക്ക് കൊടുക്കാൻ കഴിഞ്ഞു. നമ്മൾ പറഞ്ഞു വന്നപ്പോ ലൈഫ് സ്കിൽസുമായി റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ ചിറ്റിലപ്പള്ളി മുതൽ മറ്റ് ഡോക്ടേഴ്സിനെ ഉൾപ്പെടെ ഒക്കെ പറഞ്ഞത്. ഇതൊക്കെ തന്നെ ഞാൻ എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ കരിക്കുലം, എൻ്റെ ടെക്സ്റ്റ് ബുക്സ്, എൻ്റെ സബ്ജക്ട്സ് ഓരോന്നും പഠിക്കുന്നതിനുപരിയായിട്ട് ഇവരുടെ എല്ലാം ഹിസ്റ്ററി, ബയോഗ്രഫീസ്, ഇവരുടെ ജീവിതം എങ്ങനെ ഇവർ ഈ നിലകളിൽ എത്തിച്ചേർന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. പ്രാക്ടിക്കൽ വിസ്ഡം എന്ന് പറയുന്ന കൊച്ചു ബുക്ക് ഉൾപ്പെടെ കിട്ടുമ്പോൾ അവയെല്ലാം വായിച്ചു. മാത്രമല്ല അന്നൊക്കെ യഥാർത്ഥം നമുക്ക് പത്രങ്ങളിലെ വീക്കെൻഡ് എഡിഷനില് വാരാന്ത്യ പതിപ്പില് അത് കേരളകൗമുദി ആകട്ടെ, മലയാള മനോരമയാകട്ടെ, മാതൃഭൂമി ആകട്ടെ, അതുപോലെ തന്നെ അന്നത്തെ എല്ലാം കലാകൗമുദി പോലുള്ള മലയാള വാരികയൊക്കെ പോലുള്ള വീക്കിലികളിലൊക്കെ ആനുകാലികങ്ങളിലൊക്കെ ഒരുപാട് ഇതുപോലുള്ള നമുക്ക് നോവലുകളും മറ്റുമൊന്നുമല്ല ഞാൻ കൂടുതൽ വായിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നത്. വായിച്ചിരുന്നല്ല, പക്ഷെ എന്താ ഞാൻ വായിക്കാൻ ഇഷ്ടപ്പെട്ടത് ഇതുപോലുള്ള ഓരോ വ്യക്തിത്വങ്ങളുടെയും ജീവിത വിജയം. അപ്പൊ അത് തന്നെയാണ് വാസ്തവത്തിൽ ലൈഫ് സ്കിൽസ്. അതിലൂടെ തന്നെയാണ് യഥാർത്ഥത്തിൽ അവരുടെ ഓരോ പ്രോബ്ലംസും അവരെങ്ങനെ സോൾവ് ചെയ്തു. നമ്മുടെ ലീലാകൃഷ്ണൻ നായരുടെയൊക്കെ ബുക്കൊക്കെ ഞാൻ യഥാർത്ഥത്തിൽ എന്റെ കൈ കിട്ടിയപ്പോഴേക്കും ഒറ്റ രാത്രി കൊണ്ട് വായിച്ചു തീർത്തേ കൃഷ്ണലീല. അത് വാസ്തവത്തിൽ ഞാൻ വിലയ്ക്ക് വാങ്ങിയതല്ല. ഒരു ദിവസം ഞാൻ യഥാർത്ഥത്തിൽ സ്കൂളിൽ നിന്ന് അവിടെ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഓഫീസിൽ നിന്ന് എനിക്ക് ഒരു പാക്കറ്റ് തന്നു. ഞാൻ വീട്ടിൽ കൊണ്ടുപോയി പൊട്ടിച്ച് നോക്കുമ്പോഴേക്കും പുസ്തകം കൃഷ്ണലീല. വാസ്തവത്തിൽ അത് ഞാൻ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് രാത്രി അത് വായിക്കാൻ തുടങ്ങി. അത് പൂർണ്ണമായും വെളുപ്പിനെ ആയെന്ന് തോന്നുന്നു 4 5 മണിയായി. ഒറ്റ ഇരിപ്പിലിരുന്ന് അത് പൂർണ്ണമായും വായിച്ചു. കാരണം അത്രമാത്രമായിരുന്നു അദ്ദേഹം പ്രതിസന്ധികൾ നേരിട്ടത്. നമ്മളിപ്പോ അനിൽ അംബാനിയുടെയും മുകേഷ് അംബാനിയുടെയും കാര്യങ്ങൾ പറയും. അതിൽ ഏറ്റവും നല്ല കണ്ണായ സ്ഥലം എന്ന് നമ്മൾ പറയുമല്ലോ, അതുപോലെയാണ് റിലയൻസ് പോലുള്ള കമ്മ്യൂണിക്കേഷൻ ഇതെല്ലാം തന്നെ അനിൽ അംബാനിക്ക് കൊടുത്തു. മുകേഷ് അംബാനിക്ക് അതേ സമയത്ത് മറ്റ് വ്യവസായ മേഖലകളിലാണ് കൊടുത്തത്. അത് മാത്രമല്ല ഏറ്റവും നല്ല ബ്യൂറോക്രാറ്റ്സിനെ, ഏറ്റവും നല്ല ഉദ്യോഗസ്ഥരെ എല്ലാരെയും, പ്രൊഫഷണൽസിനെ എല്ലാരെയും കൊടുത്തത് അനിൽ അംബാനിക്കാണ്. പക്ഷെ അനിൽ അംബാനി ഫെയിലായി. മുകേഷ് അംബാനി ഭയങ്കര സക്സസ്ഫുൾ ആയി. ആരെ കുറിച്ചാ കുട്ടികൾ പഠിക്കേണ്ടേ? അനിൽ അംബാനിയെ കുറിച്ചാണ്. പരാജയം എന്തുകൊണ്ട് അദ്ദേഹം പരാജയം നേരിട്ടു അത് പഠിക്കണം കുട്ടികൾ. യഥാർത്ഥത്തിൽ അത് അദ്ദേഹത്തിനുള്ള പരാജയത്തിന്റെ കാരണം കണ്ടെത്തിയാൽ മാത്രമേ ആ പരാജയം അടുത്ത് നമ്മളൊരു ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ അതിനെ ഫേസ് ചെയ്താൽ അതിനെ തരണം ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അത് തന്നെയാണ് ലൈഫ് സ്കിൽസ്. അത് തന്നെയാണ് ലൈഫ് സ്കിൽസ്. അപ്പൊ ഇങ്ങനെ തീർച്ചയായിട്ടും മാഡം നമ്മളെ വിഷയത്തിൽ നിന്ന് ഒരുപാട് ഡൈവേർട്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നുവെങ്കിലും കുട്ടികളോട് നൽകേണ്ട എന്റെ അഡ്വൈസ്, അധ്യാപകരോട് നൽകേണ്ട അഡ്വൈസ്, രക്ഷിതാക്കളോടായിട്ട് പറയേണ്ടതായ നിർദ്ദേശവും ഉപദേശവും എന്ന് പറയുന്നത് കുട്ടികൾക്ക് എത്രത്തോളം ഇതുപോലുള്ള
ബയോഗ്രഫീസ്, ജീവചരിത്ര കഥകൾ. ജീവചരിത്ര കഥകളല്ല, അത് ജീവിതമാണ്, പച്ചയായ ജീവിതമാണ്. അപ്പൊ അതുകൊണ്ട് കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഇവയെല്ലാം ആ ഒരു പൊസിഷൻ നേരത്തെ തന്നെ അവരെ ഡ്രീം ചെയ്ത് വെക്കണം, ഗോൾ സെറ്റ് ചെയ്ത് വെക്കുക എന്ന് പറയില്ലേ. പക്ഷെ അവർക്ക് നേടാൻ കഴിയുന്ന ഗോള് ആദ്യം സെറ്റ് ചെയ്യാം. പക്ഷെ അതിന് മുന്നോട്ട് ഒരുപക്ഷെ ഇനി പോകാൻ ഒരുപാട് സാധ്യതകൾ ഇപ്പോഴും ഉണ്ട്, എല്ലാ കാലത്തും ഉണ്ട്, ഈ ഭാവിയിൽ ഒരുപാടുണ്ട് താനും. അപ്പൊ ആ രീതിയിൽ അവരുടെ ഗോൾ സെറ്റ് ചെയ്ത് ഇതുപോലുള്ള ജീവിത വിജയ കഥകൾ വായിച്ച് ജീവിത പരാജയ കഥകളും മനസ്സിലാക്കി ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളെയും നേരിടാനുള്ള കരുത്താർജിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കലും ഒരു ഫെയിലിയറിന്റെ മുന്നിലും തളരരുത്. അതെ അതെ, ശരിയാണ്. അപ്പൊ ഏതായാലും സാർ പറഞ്ഞതിൽ നിന്ന് നമ്മൾ ഒരുപാട് യാത്ര ചെയ്തു, ഒരുപാട് മേഖലകൾ തൊട്ട് പോയി. ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറയുന്നത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മാർക്ക് വാങ്ങാൻ മാത്രമുള്ളതല്ല, അല്ലെങ്കിൽ എവിടെയെങ്കിലും എത്തപ്പെടാൻ ഒരു ജോലി നേടാൻ മാത്രമുള്ളതല്ല. ഒരുപാട് സ്കിൽ നേടാനുള്ള, അല്ലെങ്കിൽ നൈപുണ്യ വികസനം നേടാനുള്ളത്, ജീവിത വിജയം നേടാനുള്ളത്, ഇതെല്ലാം കൂടിയാണ് വിദ്യാഭ്യാസം. ഇത് കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാനായിട്ട്, യഥാർത്ഥ രീതിയിൽ പകർന്നു കൊടുക്കാനായിട്ട് അധ്യാപകർക്ക് സാധിക്കട്ടെ, മാതാപിതാക്കൾക്ക് സാധിക്കട്ടെ. ഏതായാലും ഞാൻ മനസ്സിലാക്കുന്നത് ജ്യോതി സെൻട്രൽ സ്കൂൾ ഇത്തരം കാര്യങ്ങളിൽ ഊന്നിയാണ് വിദ്യാഭ്യാസത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ജ്യോതി സ്കൂളിനും ജ്യോതിചന്ദ്രൻ സാറിനും എല്ലാവിധ ആശംസകൾ അറിയിക്കുകയാണ്. മറ്റൊരു സന്ദർഭത്തിൽ വീണ്ടും കാണാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു മാഡം.